ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇത് അഖിലൂട്ടൻ. ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല അത്യാവശ്യത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇത്തവണ ഞാൻ അഖിലൂട്ടനാണ് ചെയ്ത് കൊടുത്തത്. കൊളാബാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ തന്നെ ഒരു ഷർട്ടിൻ്റെ വർക്ക് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൊളാബായിരുന്നു. ഇത്തവണ ഓണത്തിന് ചെയ്തതൊക്കെ മയിൽപ്പീലി വെച്ചിട്ടാണ് കേട്ടോ. മയിൽപ്പീലിൻ്റെ ഒരു പലതരത്തിലുള്ള മോഡലുകളാണ് ചെയ്തത്. അപ്പോൾ ഒറിജിനൽ മയിൽപ്പീലിയാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കുകയാണെങ്കിൽ മയിൽപ്പീലിൻ്റെ വർക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് റെഡ് കളർ ഷർട്ടിൽ മയിൽപ്പീലിൻ്റെ കൂടെ ഒരു ഓടക്കുഴലുണ്ട്. ഓടക്കുഴലിൻ്റെ അറ്റത്തായിട്ട് ഒരു അരയന്നം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചെണ്ട് പോലെ തൂങ്ങണമൊക്കെ ഉണ്ട്. ആ തൂങ്ങുന്നതിൻ്റെ എൻഡിൽ ഒരു മയിൽപ്പീലിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഡിസൈന് വരുന്നത്. ഇത്തവണത്തെ ഓണത്തിന് ഇറങ്ങിയ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമരേൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ. അത് എല്ലാവരുടെ ഡ്രസ്സിലും താമരയായിരുന്നു ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡബിൾ ഷെയ്ഡ് കളർ കൊടുക്കുന്നത്, ടൈ ആൻഡ് ഡൈ ചെയ്യുന്നത്, ഇത് രണ്ടുമായിരുന്നു മെയിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന വർക്ക്. അപ്പം ഞാൻ താമര ചെയ്തിട്ടുണ്ട്, ടൈ ആൻഡ് ഡൈയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മയിൽപ്പീലിയും ഓടക്കുഴലും അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. അല്ലാതെ ചെയ്ത് കൊടുത്തതിൽ കഥകളി ഉണ്ട്. കഥകളിയാണ് 2-3 ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഷർട്ടിലൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് പെയിൻറ് ചെയ്യാറുണ്ടെങ്കിലും എപ്പോൾ ചെയ്യുമ്പോഴും ഒരു ടെൻഷനാണ്. ഇത് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, ഷർട്ട് കൊളാവില്ലേ, വേറെ ഷർട്ട് വാങ്ങേണ്ടി വരില്ല, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഭയങ്കര പേടിയായിരിക്കും, ടെൻഷനായിരിക്കും. അത് എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു പേടി ഉള്ളുന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല കേട്ടോ പോവാത്തത്. ആ ഒരു പേടിയും വെച്ചിട്ടാണ് എല്ലാവർക്കും ഞാൻ ചെയ്യൽ. അതിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് അതും അറിയില്ല. എന്നോടൊരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഡിസൈനൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഗൂഗിളിൽ നിന്നാണോ എന്ന്. അപ്പം ഞാൻ ഗൂഗിളിൽ നിന്നല്ല, പിൻട്രസ്റ്റിൽ നിന്നാണ് ഇതൊക്കെ എടുക്കുന്നത്. പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാനത് ഒന്നിരിക്കും ഫോട്ടോസ്റ്റാറ്റ് എടുക്കും, ഇല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കും. അങ്ങനെയാണ് ഞാൻ ഡിസൈൻ സെലക്ട് ചെയ്യുന്നത്. ഷർട്ടിലൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യൽ പെയിൻറ്റിങ് വർക്ക് മാത്രമാണ്. ഇത്തവണ പക്ഷേ ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ ആര്യവർക്ക് ബീഡ്സ് ഇട്ടിട്ട് തന്നെയാണ് ആര്യവർക്ക് ചെയ്തത് കേട്ടോ. ഒരു വിധമൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയി നിൽക്കുന്ന സമയത്താണ് ഗൈസ് ഈ ഒരു ചെറിയ പോർഷനെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ സൂചി 2 കഷ്ണമായിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. അവസാനം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ പീസ് പിടിച്ച് തന്നെ ചെയ്യാൻ ശ്രമിച്ചു കേട്ടോ. പക്ഷെ നടന്നില്ല. എത്ര കളിച്ചിട്ടും അതങ്ങോട്ട് സെറ്റായി കിട്ടുന്നില്ലായിരുന്നു. രാവിലെ കൊടുക്കാനുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ നാളെ സൂചി വാങ്ങിയിട്ട് ചെയ്യാൻ വിചാരിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ പഴയ സാധനങ്ങളൊക്കെ തട്ടുംപുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പിടിച്ച് വലിച്ചെടുത്ത് നോക്കിയപ്പോൾ അതിലൊരു സൂചി ഉണ്ടായിരുന്നു. അതാണെങ്കിൽ തുരുമ്പ് പിടിച്ച് അങ്ങ് എത്തിയ സൂചിയായിരുന്നു കേട്ടോ. എന്തായാലും വേണ്ടിയില്ല, നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഷർട്ട്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.